ന്യായാധിപന്മാർ 20-ാം അധ്യായം 24 മുതൽ 29 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമീന്യരോടടുത്തു. ബെന്യാമീന്യർ 2-ാം ദിവസവും ഗിബെയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേൽ മക്കളിൽ പിന്നെയും 18,000 പേരെ സംഹരിച്ചു വീഴിച്ചു. അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്തു. കർത്തൃസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ കർത്താവിനോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു. ആചാര്യനായ അഹറോന്റെ മകനായ എലയാസാറിൻ്റെ മകൻ ഫീനഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീന്യരോട് ഞങ്ങൾ ഇനിയും പൊരുതണമോ, ഒഴിഞ്ഞു കളയണമോ എന്നവർ ചോദിച്ചതിന്, ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേല്യർ ഗിബെയയ്ക്ക് ചുറ്റും ഒളിപ്പോരുകാരെ ആക്കി. കർത്താവേ, പരിശുദ്ധ സ്നേഹന്മാരുടെ പ്രാർത്ഥനകളാൽ അവരെപ്പോലെ ഞങ്ങൾ ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെയും ജയിച്ച് പരമാനന്ദകരമായ ആ ലോകത്തിലെ നിത്യജീവനെ ആഗ്രഹിപ്പാനും അവകാശിപ്പാനും യോഗ്യരായിത്തീരണമേ. ആമേൻ.